നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ 2-വിന്റെ റിലീസ് തീയതി നടൻ രജനികാന്ത് പ്രഖ്യാപിച്ചു. കോയമ്പത്തൂരിൽ ഒരാഴ്ച നീണ്ടുനിന്ന ജയിലർ 2 ചിത്രീകരണത്തിന് ശേഷം താരം ചെന്നൈയിൽ തിരിച്ചെത്തി. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ 2. 2023 ജയിലർ റിലീസ് ചെയ്തത്. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ജയിലർ 600 കോടിയിലേറെ രൂപയാണ് അന്ന് നേടിയത്. ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജനുവരി 14 രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത്. പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ രജനീകാന്ത്. അടുത്ത വർഷം ജൂൺ 12 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് രജനീകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. കോയമ്പത്തൂർ ഒരാഴ്ച നീണ്ടുനിന്ന ജയിലർ 2 ചിത്രീകരണത്തിന് ശേഷം ചെന്നൈയിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. അതോടൊപ്പം സിനിമയുടെ ചിത്രീകരണം ഭംഗിയായി പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള ചിത്രമാകും ജയിലർ 2 എന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു. അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാവും രണ്ടാം ഭാഗമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിലും ഉണ്ടോ എന്നതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. എന്നാൽ ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ സംവിധായകൻ നെൽസൺ പോയത് വാർത്തയായിരുന്നു. പിന്നാലെ മോഹൻലാലിനെ ചിത്രത്തിലേക്ക് ക്ഷണിക്കാനാണ് സംവിധായകൻ എത്തിയതെന്ന് വ്യക്തമായതോടെ ആരാധകരും ആവേശത്തിലാണ്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ജയിലർ 2 നിർമ്മിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.